പാലക്കാട് നെല്ലിയാമ്പതിയിലെ പോളച്ചിറക്കൽ സ്കൂള് സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി PTA-യും രക്ഷിതാക്കളും. വനഭൂമിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളിലൂടെ സ്വകാര്യ മാനേജ്മെന്റുകൾ ലാഭം കൊയ്യുന്നു എന്നാണ് ആക്ഷേപം. വനം വകുപ്പ് പൂത്തുണ്ട് എസ്റ്റേറ്റിന് പാട്ടത്തിന് നൽകിയ ഭൂമിയിലാണ് സ്വകാര്യ വ്യക്തികളുടെ പേരിലുള്ള സ്കൂൾ പ്രവർത്തിക്കുന്നത്. മാനേജ്മെന്റ് തർക്കമുണ്ട്. രണ്ട് മാനേജ്മെന്റും കൂടി ഭയങ്കര തർക്കത്തിലാണ് പോകുന്നത്. കോടതിയിലാണ് പോകുന്നത്. 92 മുതൽ മാനേജ്മെന്റ് ഇല്ലാന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ 2 കൊല്ലമായിട്ട് PTA പ്രസിഡന്റ് ആയ ശേഷം നമ്മൾ വിവരാവകാശം കൊടുക്കുകയും ഈ സ്കൂൾ സർക്കാരിൻ്റെ പാട്ടഭൂമിയാണെന്നും എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. മാനേജ്മെൻറ്റ് എന്ന നിലയ്ക്ക് ഒരുപാട് മാനേജ്മെൻറ്റ് കൈമാറിപ്പോയിരിക്കുന്നു. അപ്പോൾ ഈ സ്കൂൾ കൈമാറ്റം നിയമവിരുദ്ധമാണെന്നാണ് വിവരാവകാശത്തിലും അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ സ്കൂൾ നല്ല സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ DDO TDP ഏറ്റെടുക്കുകയും ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഇടപെടണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ. ഇക്ബാൽ, എന്തായാലും ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സ്വകാര്യ വ്യക്തികളുടെ ഇടപെടൽ എന്താണ് ഈ സ്കൂൾ? ആര്യ, കഴിഞ്ഞ 1.5 വർഷമായി നെല്ലിയാമ്പതിയിലെ ഈ പോളച്ചിറക്കൽ സ്കൂളിലെ PTA-യും രക്ഷിതാക്കളും വലിയ രീതിയിലുള്ള സമരത്തിലാണ്. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് പോളച്ചിറക്കൽ സ്കൂൾ എത്രയും പെട്ടെന്ന് സർക്കാർ ഏറ്റെടുക്കണം. ഏതാണ്ട് 60 വർഷം മുമ്പാണ് സർക്കാർ നെല്ലിയാമ്പതിയിലെ ഏക്കർ കണക്കിന് സ്ഥലം പൂത്തുണ്ട് എസ്റ്റേറ്റിന് പാട്ടത്തിന് നൽകിയത്. ആ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനായി എസ്റ്റേറ്റ് തന്നെ ആ പ്രദേശത്തെ ഒരു ക്രിസ്ത്യൻ മിഷനറിയുടെ സഹായത്തോടെ പാട്ടത്തിന് ലഭിച്ച 2.5 ഏക്കറിൽ തുടങ്ങിയതാണ് ഈ പോളച്ചിറക്കൽ സ്കൂൾ. പക്ഷേ ഇപ്പോൾ നിലവിൽ സർക്കാർ രേഖകളിൽ, പ്രത്യേകിച്ച് വനവകുപ്പിൻ്റെ രേഖകളിൽ സ്കൂൾ നിൽക്കുന്ന സ്ഥലം വനവകുപ്പിൻ്റെ കീഴിലാണെങ്കിലും ഈ സ്കൂളിൻ്റെ നിൽക്കുന്ന സ്ഥലത്തിന് പാട്ടത്തുക നൽകുന്നത് പൂത്തുണ്ട് എസ്റ്റേറ്റ് ആണെങ്കിലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ രേഖകളെടുത്ത് പരിശോധിക്കുമ്പോൾ സ്കൂൾ നിൽക്കുന്ന സ്ഥലവും സ്കൂളും പ്രവർത്തിക്കുന്നത് ചില സ്വകാര്യ വ്യക്തികളുടെ പേരിലാണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും PTA-യും അതുപോലെ തന്നെ മറ്റ് രക്ഷിതാക്കളും ഈ കാര്യങ്ങളെല്ലാം, ഈ അനധികൃത കൈമാറ്റങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വരുന്നത് ഈ സ്കൂളിൻ്റെ മാനേജർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ DO ഓഫീസിലെത്തി പരിശോധിക്കുമ്പോഴാണ്. 2 വർഷമായും പോളച്ചിറക്കൽ സ്കൂൾ പ്രവർത്തിക്കുന്നത് മാനേജർമാർ ഇല്ലാതെയാണ്. ഈ മാനേജർമാർ ഇല്ലാതായതുകൊണ്ട് തന്നെ സ്കൂളിൽ അധ്യാപകന്മാരുടെ വലിയ രീതിയിലൊരു കുറവുണ്ടാവുകയും അത് വിദ്യാർത്ഥികളുടെ പഠനത്തെ തന്നെ ബാധിച്ചു. ഈ സമയത്താണ് സ്കൂളിലെ PTA-യും രക്ഷിതാക്കളും വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസിലേക്ക് എത്തി എന്താണ് ശരിക്കുള്ള പ്രശ്നം എന്ന കാര്യം പരിശോധിച്ചത്. ഈ സമയത്ത് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും വനവകുപ്പിൽ നിന്നും ലഭിച്ച വിവരാശ രേഖ പ്രകാരമാണ് അനധികൃത കൈമാറ്റങ്ങളിലൂടെ സ്കൂൾ നിൽക്കുന്ന സ്ഥലം ചില സ്വകാര്യ വ്യക്തികൾ തങ്ങളുടെ പേരിലാക്കിയിട്ടുണ്ടെന്നും ഇതുകൊണ്ട് തന്നെ മാനേജർഷിപ്പ് കൈമാറ്റി നൽകാൻ വേണ്ടിയുള്ള നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും ഈ PTA-ക്കും രക്ഷിതാക്കൾക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല, ചില സ്വകാര്യ വ്യക്തികൾ സ്കൂളും അതുപോലെ തന്നെ സർക്കാർ ഭൂമിയും തങ്ങളുടെ പേരിലാക്കാൻ വേണ്ടി കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും ഈ PTA-ക്കും രക്ഷിതാക്കൾക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇവർ നിലവിൽ വിദ്യാഭ്യാസ വകുപ്പിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും സമീപിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ പോളച്ചിറക്കൽ സ്കൂൾ സർക്കാർ ഏറ്റെടുക്കണം. സർക്കാർ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഈ അനധികൃതമായി സർക്കാർ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഈ പോളച്ചിറക്കൽ സ്കൂൾ സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് നെല്ലിയാമ്പതിയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളെയും വിദ്യാർത്ഥികളെയും സംരക്ഷിക്കണമെന്നാണ് PTA-യുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നെല്ലിയാമ്പതി ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ സ്ഥലം MLA ഉൾപ്പെടെയുള്ളവരും ഈ സമാന ആവശ്യം ഉയർത്തുന്നുണ്ട് എന്നൊരു കാര്യമാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നെല്ലിയാമ്പതി ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന യോഗം ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം പാസാക്കി. സ്കൂളാണ് ഇപ്പോൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി PTA-യും രക്ഷിതാക്കളും രംഗത്തെത്തിയിരിക്കുന്നത്.